സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ താറാവ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കും. അത് ചൂടായതിന് ശേഷം പച്ചമുളക് അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇടും. അതിന് ശേഷം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, സബോള, ഉള്ളി ഇതൊക്കെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഈ വെളിച്ചെണ്ണയും പച്ചമുളകും ഇട്ട് വെച്ചിരിക്കുന്നതിലേക്ക്. അപ്പോൾ അത് ചേർത്ത് നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന ഉടനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത് അതിൽ ചേർത്ത് നല്ല പോലെ വഴറ്റി അത് ഒരു പാകാവൂലോ. നമ്മൾ ഉള്ളിയിലൊക്കെ മണം അങ്ങോട്ട് പച്ചച്ചോയൊക്കെ അങ്ങോട്ട് മാറുന്ന ഉടനെ ഞാൻ തക്കാളി അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർക്കണം. അതാണത്. അപ്പോൾ ഇതിനൊരു കളറും ആ പച്ച തക്കാളിയുടെ ആ ചുവ മാറണം. കണ്ടാ? അപ്പോൾ ഇതിങ്ങനെ ഒരു പേസ്റ്റായി എല്ലാം കലർന്ന്. ഇതിന് ശേഷം ഞാനേ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കലർന്നെടുത്ത് വെച്ച താറാവ് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് ഇതിനോട് അങ്ങോട്ട് ഇളക്കുകയാണ്. കണ്ടോ? താറാവ് ഇതിലേക്ക് ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. നല്ല മിക്സായി കണ്ടോ? മിക്സായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്ത് നമ്മൾ മൂടി വയ്ക്കുകയാണ് കേട്ടോ. ഇതങ്ങോട്ട് മൂടി വയ്ക്കുകയാണ് കേട്ടോ. മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരം ഇത് വേവണം. അപ്പോഴാണ് ഇതിപ്പോൾ പകുതി വേവായി കേട്ടോ. ആ പകുതി വേവായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നാളികേരം അതേപോലെ ചെറിയ പീസുകളാക്കി ഇതിലോട്ട് ഇടുകയാണ്. നാളികേര കൊത്തിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളിത് നല്ല ഇളക്കി ചേർക്കുകയാണ്. ഇത് പകുതി വേവാകുമ്പോഴേ ഇടാൻ പാടുള്ളൂ കേട്ടോ. അവസാന നേരത്തെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാളികേരം ശരിക്കും വേവുന്നില്ല. അപ്പോൾ പകുതി വേവാകുമ്പോൾ ഇത് ഇട്ട് നല്ല മിക്സ് ചെയ്യാം. അങ്ങനെ നാളികേരക്കൊത്ത് ഒന്ന് വേവാൻ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ 15 മിനിറ്റായി. ഇത് നല്ലപോലെ വെന്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇറക്കാൻ പോവാണ്. അപ്പോൾ താറാവ് റോസ്റ്റ് എൻ്റെ സ്പെഷ്യൽ താറാവ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയായി. ഇനി ഞാനിത് വിളമ്പി എല്ലാവർക്കും കൊടുക്കാൻ പോവാം. അത്ര തന്നെ.